ലോകം വീണ്ടും ഒരു വലിയ യുദ്ധത്തിന്റെ വക്കിലേക്കാണോ? മിഡിൽ ഈസ്റ്റിൽ നിന്ന് വരുന്ന വാർത്തകൾ അത്ര ശുഭകരമല്ല. അമേരിക്കയും ഇറാനും തമ്മിലുള്ള പ്രശ്നങ്ങൾ ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. എന്നാൽ ഇപ്പോൾ കാര്യങ്ങൾ കൈവിട്ടു പോകുന്ന അവസ്ഥയിലേക്കാണ് നീങ്ങുന്നത്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നടത്തുന്ന നീക്കങ്ങളും അതിന് ഇറാൻ നൽകിയ അതിരൂക്ഷമായ മറുപടിയുമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിശോധിക്കുന്നത്. വെറുമൊരു വാക്കേറ്റത്തിനപ്പുറം വലിയൊരു അപകടത്തിന്റെ, അല്ലെങ്കിൽ ഇറാന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു ശവപ്പറമ്പിന്റെ വക്കിലൂടെയാണ് ലോകം സഞ്ചരിക്കുന്നത്. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് നമുക്ക് നോക്കാം. അടുത്തിടെ നടന്ന സംഭവ വികാസങ്ങൾ പരിശോധിക്കുമ്പോൾ അമേരിക്കയും ഇറാനും തമ്മിലുള്ള സംഘർഷം അതിന്റെ ഉച്ചകോടിയിൽ എത്തിയിരിക്കുകയാണ്. ഏറ്റവും ഒടുവിൽ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം അമേരിക്ക ഇറാനെതിരെ കടുത്ത ഭീഷണികളാണ് മുഴക്കുന്നത്. എന്നാൽ ശ്രദ്ധേയമായ കാര്യം ഇത് നേരിട്ടുള്ള ഭീഷണിയല്ല എന്നതാണ്. മൂന്നാം കക്ഷികൾ വഴിയാണ് അമേരിക്ക ഇറാനെതിരെ സന്ദേശങ്ങൾ കൈമാറുന്നത്. ഈ സന്ദേശങ്ങളിൽ നിറയെ മുന്നറിയിപ്പുകളും ഭീഷണികളുമാണ്. പക്ഷേ ഇതിനൊക്കെ ഇറാൻ നൽകിയ മറുപടി എന്താണെന്നോ? ഒരു കാരണവശാലും ഞങ്ങൾ കീഴടങ്ങില്ല, അതെ, അമേരിക്കയുടെ സമ്മർദ്ദത്തിന് വഴങ്ങാൻ ഇറാൻ തയ്യാറല്ല എന്ന് അവർ വ്യക്തമാക്കി കഴിഞ്ഞു. ഇവിടെയാണ് കാര്യങ്ങൾ കൂടുതൽ ഗൗരവമാകുന്നത്. ഇറാനിയൻ മാധ്യമങ്ങൾ ഡൊണാൾഡ് ട്രംപിനെതിരെ വളരെ ശക്തമായ ഭാഷയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അവർ പറയുന്നത് അമേരിക്കൻ പ്രസിഡന്റ് സഞ്ചരിക്കുന്നത് ഒരു വലിയ അപകടത്തിന്റെ, അല്ലെങ്കിൽ ഒരു ശവപ്പറമ്പിന്റെ വക്കിലൂടെയാണ് എന്നാണ്. ചിന്തിച്ചു നോക്കൂ, എത്രത്തോളം രൂക്ഷമായാണ് ഇറാൻ ഈ സാഹചര്യത്തെ കാണുന്നത് എന്ന് ഇതിൽ നിന്ന് വ്യക്തമാണ്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു പോയിന്റ് ഉണ്ട്. സാധാരണഗതിയിൽ ചെറിയ ആക്രമണങ്ങൾ ഉണ്ടാകുമ്പോൾ നയതന്ത്ര ചർച്ചകളിലൂടെ അത് പരിഹരിക്കാറുണ്ട്. എന്നാൽ ഇത്തവണ ഇറാൻ നിലപാട് മാറ്റിയിരിക്കുന്നു. അവർ ലോകത്തോട് വിളിച്ചു പറയുകയാണ്, തങ്ങൾക്കെതിരെ നടക്കുന്ന ഏത് ചെറിയ ആക്രമണത്തെയും ഞങ്ങൾ കണക്കാക്കുക ഒരു സമ്പൂർണ്ണ യുദ്ധമായി മാത്രമായിരിക്കും. ഇതിന്റെ അർത്ഥം വളരെ വലുതാണ്. അമേരിക്കയോ സഖ്യകക്ഷികളോ ഇറാന്റെ മണ്ണിൽ ഒരു ചെറിയ മിസൈൽ ആക്രമണം നടത്തിയാൽ പോലും ഇറാൻ തിരിച്ചടിക്കുന്നത് ഒരു യുദ്ധത്തിന് സമാനമായിട്ടായിരിക്കും. അതിൽ മിതത്വം ഉണ്ടാകില്ല എന്നാണ് അവർ മുന്നറിയിപ്പ് നൽകുന്നത്. എന്തുകൊണ്ടാണ് പെട്ടെന്ന് ഇങ്ങനെയൊരു സാഹചര്യം ഉണ്ടായത്? ഇതിന് പിന്നിൽ വലിയൊരു രാഷ്ട്രീയമുണ്ട്. നമുക്കറിയാം, ഗൾഫ് മേഖലയിൽ അമേരിക്കക്ക് വലിയ സ്വാധീനമുണ്ട്. എന്നാൽ ഇറാൻ ആ മേഖലയിലെ ഒരു വൻ ശക്തിയാണ്. ഉപരോധങ്ങൾ വഴി ഇറാനെ തകർക്കാൻ അമേരിക്ക ശ്രമിക്കുമ്പോൾ ഹോർമുസ് കടലിടുക്ക് അടക്കമുള്ള തന്ത്രപ്രധാനമായ വഴികൾ തടസ്സപ്പെടുത്താനും അമേരിക്കൻ സൈനിക താവളങ്ങളെ ലക്ഷ്യം വെക്കാനും ഇറാന് ശേഷിയുണ്ട്. ട്രംപിന്റെ നയങ്ങൾ എപ്പോഴും പരമാവധി സമ്മർദ്ദം ചെലുത്തുക എന്നതാണ്. എന്നാൽ ഇറാൻ പറയുന്നത് സമ്മർദ്ദം കൂടുന്തോറും തങ്ങളുടെ പ്രതിരോധം കടുക്കും എന്നാണ്. മൂന്നാം കക്ഷികൾ വഴി അമേരിക്ക ഭീഷണി അയക്കുമ്പോൾ അത് ഇറാന്റെ ആത്മാഭിമാനത്തെയാണ് ചോദ്യം ചെയ്യുന്നത്. അതുകൊണ്ടാണ് കീഴടങ്ങില്ലെന്ന് അവർ ഉറക്കെ പറയുന്നത്. ഇറാൻ പറഞ്ഞ ആ വാക്ക് സമ്പൂർണ്ണ യുദ്ധം നമുക്കൊന്ന് വിശകലനം ചെയ്യാം. ഇതിനർത്ഥം കേവലം സൈനികർ തമ്മിലുള്ള യുദ്ധം എന്നല്ല. ഇറാൻ ആക്രമിക്കപ്പെട്ടാൽ ഗൾഫ് മേഖലയിലെ എണ്ണ ഉൽപാദന കേന്ദ്രങ്ങൾ, അമേരിക്കൻ സൈനിക താവളങ്ങൾ, എന്തിന് ഇസ്രായേൽ അടക്കമുള്ള അമേരിക്കൻ സഖ്യകക്ഷികൾ വരെ ഇറാന്റെ മിസൈൽ പരിധിയിൽ വരും. ഇത് ലോകത്തിന്റെ സാമ്പത്തിക നിലയെ തന്നെ തകർക്കുന്ന ഒന്നായിരിക്കും. എണ്ണവില കുതിച്ചുയരും, വിപണികൾ തകരും. ട്രംപ് ശവപ്പറമ്പിന്റെ വക്കിലൂടെയാണ് സഞ്ചരിക്കുന്നത് എന്ന് ഇറാന്റെ മാധ്യമങ്ങൾ പറഞ്ഞത് വെറുതെയല്ല എന്ന് ചുരുക്കം. സ്ഥിതിഗതികൾ വളരെ സ്ഫോടനാത്മകമാണ്. അമേരിക്ക ഭീഷണികൾ തുടരുമ്പോൾ ഒട്ടും വിട്ടുകൊടുക്കാതെ ഏത് ചെറിയ പ്രകോപനത്തെയും യുദ്ധമായി കണ്ട് തിരിച്ചടിക്കുമെന്ന് ഇറാൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഇനിയുള്ള ദിവസങ്ങൾ നിർണായകമാണ്. നയതന്ത്ര ചർച്ചകൾ വഴി ഇത് പരിഹരിക്കപ്പെടുമോ, അതോ ഇറാൻ പറഞ്ഞതുപോലെ ഇതൊരു ശവപ്പറമ്പായി മാറുമോ എന്ന് കണ്ടറിയണം. നിങ്ങൾ എന്ത് കരുതുന്നു? അമേരിക്ക ഇറാൻ പോര് ഒരു മൂന്നാം ലോക മഹായുദ്ധത്തിലേക്ക് വഴിവെക്കുമോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. കൂടുതൽ ഇത്തരം വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.